ഡെൻസിറ്റി ആൻഡ് എനർജി ഫ്ലക്ച്വേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ തിയറി വെച്ചിട്ട് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിനെ നമ്മൾ ഡീൽ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയ തെർമോഡൈനാമിക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ മൈക്രോ കാനോണിക്കൽ ആൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ. അപ്പോൾ ഈ മൈക്രോ കാനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുന്നതും അതുപോലെ ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുന്നതും കാനോണിക്കൽ എൻസെമ്പിൾ എന്ന് പറയുന്നതും മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോർമാലിസാണ്. പക്ഷേ ഈ മൂന്ന് ഫോർമാലിസം വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക്സ് പ്രോപ്പർട്ടീസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ. അപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിക്കൽ വരണമെങ്കിൽ, കാരണം ഫോർമാലിസം ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു, അതായത് കാനോണിക്കൽ എൻസെമ്പിളിൽ എനർജി വേരി ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് കാനോണിക്കലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും എനർജിയും വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്ന് ഡിഫറെൻ്റ് ഫോർമാലിസത്തിൽ നിന്ന് ഒരു ഐഡൻറ്റിക്കൽ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇവ മൂന്നും തമ്മിൽ ഒരു ചെറിയൊരു ബന്ധം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ നമുക്ക് എന്ത് ചെയ്യണം, ഒരു എന്താ പറയുക, കോമൺ ആയിട്ട് ഒരു ബിഹേവിയർ വരുന്നുണ്ട്. ആ ബിഹേവിയർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ നമ്മൾ കാണുന്നത്. അതായത് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ നമ്മൾ കണ്ടിട്ട് അതിൻ്റെ റേഞ്ചിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണ് ഐഡൻറ്റിക്കൽ ആകുന്നത് എന്നുള്ളതിൻ്റെ റീസൺ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ മൈക്രോ കാനോണിക്കലും അതുപോലെ ഗ്രാൻഡ് കാനോണിക്കലും തമ്മിലുള്ള ഒരു ബിഹേവിയർ ഫ്ലക്ച്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ക്വാണ്ടിറ്റി വേരി ചെയ്യുന്നത് എനർജി ആയിരുന്നു. അതിൻ്റെ കേസിലുള്ള എനർജിയുടെ അതായത് റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്, റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ വിത്ത് ഇൻറ്റേർണൽ എനർജി. ഓക്കെ, സോ അവിടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്തിരുന്നു രണ്ട് ഫോർമാലിസ് ആണെങ്കിലും രണ്ടും കിട്ടാനുള്ള കാരണം അവ തമ്മിലുള്ള ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിലുള്ള എനർജിയുടെ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് നെഗ്ലിജിബിൾ. ആ ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ രണ്ട് റിസൾട്ടിൻ്റെയും ഔട്ട്പുട്ട് തെർമോഡൈനാമിക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഐഡൻറ്റിക്കലാണ് എന്ന് പറഞ്ഞിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തുകൊണ്ട് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളും അതുപോലെ കാനോണിക്കൽ എൻസെമ്പിളും മൈക്രോ കാനോണിക്കൽ എൻസെമ്പിളിൻ്റെയും ഓവറോൾ ബിഹേവിയർ സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ റീസണാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു റീസണാണ് നമ്മൾ പറയുന്നത്. അത് നമ്മൾ റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും വോളിയം വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്ലക്ച്വേഷൻ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് എനർജി, നോട്ട് വോളിയം, എനർജിയാണ്. അപ്പോൾ അതിൻ്റെ കേസിലുള്ള റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ രണ്ട് ഫോർമാലിസും തമ്മിലുള്ള ഐഡൻറ്റിക്കൽ റിസൾട്ട് കിട്ടാനുള്ള കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെൻസിറ്റി ഫ്ലക്ച്വേഷനെ കുറിച്ചാണ്. ഡെൻസിറ്റി ഫ്ലക്ച്വേഷൻ, നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസാണ് വേരി ചെയ്യുന്നത് പറഞ്ഞു, പക്ഷെ നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഡെൻസിറ്റിയുടെ ടേംസിലാണ്. ദാറ്റ് ഈസ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു small n, that is particle density. Particle density is equal to n is equal to capital N divided by volume. That is called particle density. Okay, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ കണ്ടിരുന്നു. ദാറ്റ് ഈസ് n bar, that is equal to sigma r s, n r e raised to minus alpha n r minus beta e x divided by sigma r x e raised to minus alpha n r minus beta e x. Okay, now the expectation value of n will be differentiation with respect to alpha, that is dou n bar divided by dou alpha at constant beta and ex. ബീറ്റയും ഇ എക്സും കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തിയിട്ട് നമ്മൾ ആൽഫന് എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു ആൽഫ വെച്ച് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫറൻറ്റ് ചെയ്യുന്നു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡോ എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ ഡിവൈഡ് ബൈ ഡോ ആൽഫ, ദാറ്റ് ഈസ് ബീറ്റ ഇ എക്സ്. ഈ രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, രണ്ടും സെയിം മീനിങ് ആണ്.
അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുകയാണ്. സോ ദിസ് വിൽ ബി ടേക്കൺ ആസ് ഫസ്റ്റ് ഫംഗ്ഷൻ. This will be taken as a second function. So second function into derivative of first function, that is sigma r x e raised to minus alpha nr. Here nr is a constant. Okay, that is 1 divided by sigma r x e raised to minus alpha nr minus beta ex. This is the second function, and derivative of first function, that is sigma r x nr with respect to alpha ആയതുകൊണ്ട് ആൽഫ വരുന്നത് ഈ ടേമിലാണ്. സോ എക്സ്പൊണൻഷ്യലിൻ്റെ ഡിഫറൻഷ്യൽ എന്താണത് ഇ റേസ് ടു മൈനസ് ആൽഫ എൻ ആർ മൈനസ് ബീറ്റ ഇ എക്സ് ഇൻറ്റു മൈനസ് എൻ ആർ പ്ലസ് first function into nr e raised to minus alpha nr minus beta ex divided by derivative of second function, that is derivative എന്ന് പറയുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ മൈനസ് 1, this term will be minus 1 divided by sigma r x e raised to minus alpha nr minus beta ex whole square into e raised to minus alpha nr exponential of e raised to minus alpha nr minus beta ex into minus nr. Okay, that is equal to sigma r x minus n r square e raised to minus alpha nr minus beta e x divided by sigma r x e raised to minus alpha nr minus beta e x, here minus and minus plus sigma r x. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ടേമാണ്. സോ എൻ ആർ e raised to minus alpha nr minus beta ex divided by sigma r x e raised to minus alpha nr minus beta ex whole square. Okay, that is equal to dou n bar divided by dou alpha at a constant beta ex, that will be equal to dou expectation of n divided by dou alpha constant beta ex, that is equal to minus of, this is the relation for the expectation of nr square, expectation of nr square, it is term as n square, അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. സോ എൻ സ്ക്വയറിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ പ്ലസ് ഇത് എൻ ആറിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ്, അതിൻ്റെ സ്ക്വയർ ആക്കി എഴുതണം. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞത്, റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ ഇസ് ഈക്വൽ ടു നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ കഴിഞ്ഞ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഡെൽറ്റ എഫ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു expectation of n square മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് n ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു റിലേഷൻ നമുക്ക് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ദിസ് ഈസ് എഫ് റീപ്ലേസ്ഡ് ബൈ എൻ. സോ എന്നിൻ്റെ ടേംസിൽ നമുക്കിവിടെ എഴുതാം. അപ്പോൾ ഡെൽറ്റ എൻ സ്ക്വയർ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ഡെൽറ്റ എൻ ഹോൾ സ്ക്വയർ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ ഡിവൈഡഡ് ബൈ ഡോ ആൽഫ അറ്റ് കോൺസ്റ്റൻറ്റ് ബീറ്റ ആൻഡ് ഇ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇയർ ബീറ്റ ആൻഡ് ഇ എക്സ്
ബീറ്റ എന്ന് പറയുന്നത് 1/kT ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റൻറ്റ്. എനർജി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ വോളിയം ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് ടേം ടെമ്പറേച്ചറും വോളിയം ആയിട്ട് ഇവിടെ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. കാരണം എനർജി ഡിപ്പെൻഡ്സ് ഓൺ ദ വോളിയം. ഓക്കെ ഓക്കെ ഇനി ആൽഫ ഇസ് ഈക്വൽ ടു -μ/kT. Then dou alpha is equal to minus dou mu divided by kT. So this term will be replaced by minus of dou expectation of n divided by dou alpha. Dou alpha can be replaced this quantity. So here come from positive kT into dou mu. So kT dou expectation of n divided by dou mu at a constant temperature and volume. So this is the relative fluctuation. Okay, relative square mean square fluctuation, that is equal to this one. Then relative mean square fluctuation, fluctuation is equal to this one. So relative mean square fluctuation, this is the mean square fluctuation. Now we want to calculate the relative mean square fluctuation. Mean square fluctuation in particle number or particle density. That is delta n square expectation divided by expectation of n square, that is equal to kT divided by expectation of n square dou expectation of n divided by dou mu at a constant temperature and volume. Okay, now introduce a new variable nu. That is, nu can be written as v divided by expectation of n. Okay, so this term will be replaced by delta n square divided by expectation of n square, that is equal to kT divided by expectation of n square into multiplied with v square and divided by v square, dou n divided by dou mu at a constant temperature and volume. Okay, now this term will be this one, nu. So this term will be replaced by kT nu bar divided by v square. Okay, and replace this term dou expectation of n, that is equal to dou divided by 1 by n is equal to this one. So v divided by nu divided by dou mu at a constant temperature and volume. So volume is constant, this volume is taken as outside and to cancel to this one. So that is equal to kT nu square divided by v dou 1 by nu divided by dou mu at a constant temperature and volume. Okay, so differentiate this quantity with respect to mu, we get that is equal to kT square nu square divided by v, that is equal to minus 1 divided by nu square dou nu divided by dou mu at a constant temperature and volume. Okay, so that is equal to this term, this two term will be cancelled, minus kT. Okay, this is not kT square, this is kT divided by v dou nu divided by dou mu at a constant temperature and volume. This is the relative mean square fluctuation, that is delta n square expectation divided by expectation of n whole square.
this is equal to this one. This is equation number A. Okay. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ എ കിട്ടി. ഇനി ഗിബ്സ് എനർജിക്ക് റിലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു G is equal to A plus PV. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ മ്യൂ എന്നുള്ള രണ്ട് റിലേഷൻസ് നമുക്കറിയാം. ഓക്കെ, സോ എൻ മ്യൂ is equal to A is equal to U minus dx plus PV. Differentiating with all terms. ഇപ്പോൾ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എൻ ഇൻറ്റു ഡി മ്യൂ പ്ലസ് മ്യൂ ഇൻറ്റു ഡി എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി യു മൈനസ് ടി ഡി എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഡി ടി പ്ലസ് പി ഇൻറ്റു ഡി വി പ്ലസ് വി ഇൻറ്റു ഡി പി. ഓക്കെ, so dq is equal to t dx that is equal to du plus p dv minus mu dn. Okay, this term is substituted in this term t dx. Okay, so n into d mu plus mu into dn that is equal to du. ഇതിന് പകരം നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഡി യു മൈനസ് പി ഡി വി പ്ലസ് മ്യൂ ഡി എൻ മൈനസ് എക്സ് ഇൻറ്റു ഡി ടി പ്ലസ് പി ഡി വി പ്ലസ് വി ഇൻറ്റു ഡി പി. ഓക്കെ, സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. മൈനസ് പി ഡി വി പ്ലസ് പി ഡി വിയും ക്യാൻസൽ ചെയ്തു. മ്യൂ ഡി എന്നും ക്യാൻസൽ ചെയ്തു. സോ വി ഗെറ്റ് എൻ ഇൻറ്റു ഡി മ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി പി. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ എൻ നമ്മൾ ചെയ്യാണ്. ഡിവൈഡ് ബൈ എൻ ചെയ്യുകയാണെങ്കിൽ ഡി മ്യൂ അതായത് ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എൻ. ഓക്കെ, കാരണം നമ്മളിവിടെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റി നമ്പർ ഓഫ് പാർട്ടിക്കിളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡി മ്യൂ is equal to minus x divided by n dt plus v divided by expectation value of n, okay, into dp. Okay, so that is equal to d mu is equal to nu dp. This term will be cancelled കാരണം നമ്മൾ കാണുന്ന ഗ്രാൻഡ് കനോണിക്കൽ എൻസംബിളിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ദിസ് ടേം വിൽ ബി 0. ഓക്കെ, അപ്പോൾ ഡി മ്യൂ is equal to വി ന്യൂ ഇൻറ്റു ഡി പി. സോ ഇക്വേഷൻ നമ്പർ എ ബിക്കംസ് ഡെൽറ്റ എൻ സ്ക്വയർ divided by expectation of n whole square that is equal to minus kt divided by v 1 by nu dou nu divided by dou p at a constant temperature. Okay, now introduce 1 divided by nu divided by dou p at a constant temperature is called Kt. That is called isothermal compressibility. Isothermal compressibility. Okay, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൻ ഹോൾ സ്ക്വയർ expectation divided by n expectation of n square is equal to minus kt divided by v into kt. Okay, this is minus value, so this is positive. അതായത് minus 1 divided by nu divided by dou p at a constant temperature is called isothermal compressibility. So the relation becomes this one. Okay, ഇനി നമ്മളിവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ടേംസിലാണ് നമ്മൾ റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. നമ്മളിതിനെ പാർട്ടിക്കിൾ ഡെൻസിറ്റിയിലേക്ക് മാറ്റാണ്. അപ്പോൾ ഡിവൈഡ് ബൈ വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്.
അപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ചെയ്താലും പുറത്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. സോ ദിസ് ടേം വിൽ ബി ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ഡെൽറ്റ എൻ, സ്മോൾ എൻ ആയിട്ട് വരും, സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എൻ ഹോൾ സ്ക്വയർ is equal to കെ ടി ഡിവൈഡഡ് ബൈ വോളിയം ഇൻറ്റു കെ ടി എന്ന് വരും. ഓക്കെ, ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ here K is a constant, T is the constant, and KT is a isothermal compressibility, that is another constant. So it depends on the volume. Here volume is the order of n. N-നുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേം ആണ് വോളിയം എന്ന് പറയുന്നത്. That will be equal to order of n half. Okay. n പവർ ഓഫ് ഹാഫ് എന്നുള്ള ഒരു ടേമിലായിരിക്കും വോളിയം നമുക്ക് കിട്ടുക. സോ ദ റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ എൻ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ഹോൾ സ്ക്വയർ സ്ക്വയർ റൂട്ട് വരും കെ ടി ഡിവൈഡഡ് ബൈ വി. ദിസ് ഈസ് നോട്ട് ഹാഫ്. ഓക്കെ, വോളിയം ഈസ് ഓർഡർ ഓഫ് എൻ, then root of kt divided by v into kt എന്ന് വരും. From this relative root mean square fluctuation എന്ന് പറയുന്നത് it is proportional to 1 divided by n raised to half. It is proportional to n raised to half. Here number of particles in a ensemble or statistical mechanics, it is very large. So the relative root mean square fluctuation, relative root mean square fluctuation is very low value. കാരണം എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ. അപ്പോൾ ഇത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ ദിസ് ടേം വിൽ ബി വെരി നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി. സോ റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് നെഗ്ലിജിബിൾ. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് റിലേറ്റീവ് ഫ്ലക്ച്വേഷൻ നെഗ്ലിജിബിൾ ആണെന്ന് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ത്രൂ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാനോണിക്കൽ എൻസെമ്പിളും ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളും അതുപോലെ മൈക്രോ കാനോണിക്കൽ എൻസെമ്പിളിൻ്റെയും കേസിലുള്ള ഫ്ലക്ച്വേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർമാലിസം എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇറ്റ് വിൽ ബി ഐഡൻറ്റിക്കൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ബിഹേവിയറിൽ നോക്കുകയാണെങ്കിൽ ദർ വിൽ ബി ഐഡൻറ്റിക്കൽ റിസൾട്ട് കിട്ടാനുള്ള കാരണം ഇതാണ്. കാരണം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് കാനോണിക്കലിൻ്റെയും മൈക്രോ കാനോണിക്കലിനും ഇക്വലൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ തീർന്നിട്ടില്ല, പകരം നമുക്കിവിടെ എനർജിയും കൂടി വേരി ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ് എന്ത്, ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിൾ. സോ നമുക്ക് ആ ടേമിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലക്ച്വേഷൻ കുറവാണോ എന്ന് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 100% നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ 3 ഫോർമാലിസം എന്ന് പറഞ്ഞത് എൻ്റർലി ഡിഫറെൻ്റ് ആണെങ്കിലും റിസൾട്ട് കിട്ടാനുള്ള കാരണം ഇതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേറ്റീവ് റൂട്ട് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് നെഗ്ലിജിബിൾ എന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എനർജി ഫ്ലക്ച്വേഷനാണ് നമുക്ക് കാണേണ്ടത് ഗ്രാൻഡ് കാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിലുള്ള. അത് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ താങ്ക് യു വെരി മച്ച്.